നമസ്കാരം, ആതിരാമിസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എക്സാമിൻ്റെ ആ ഒരു ചൂടിലായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ മിസ് ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് പ്രിഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. അപ്പം മിസ്സേ, നമുക്ക് സിലബസ് ഒക്കെ ചേഞ്ച് ആയല്ലോ. അപ്പം എക്സാം എളുപ്പമായിരിക്കോ? എന്താണ് അവസ്ഥ? എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും. എടാ, സിലബസ് ചേഞ്ച് ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ പഠിക്കുക. എന്താണെങ്കിലും സിലബസ് ചേഞ്ച് ആവാതിരിക്കേ, എന്തായാലും നമ്മൾ പഠിച്ചാലല്ലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. നമുക്ക് പാസ്സാവണമെങ്കിൽ നമ്മൾ പഠിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇരുന്ന് മനസ്സിലാക്കുക, പഠിക്കുക, പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യാൻ നോക്കുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് ഉണ്ടായിരിക്കും, നിങ്ങൾ പാസ്സായിരിക്കും. മിസ്സാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസ് വേഗം നമ്മുടെ പ്രിഡിക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ മക്കളെ, പ്രിഡിക്റ്റ് ചെയ്യാൻ മാത്രം നമുക്ക് എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. കാരണം നമ്മൾ സിലബസ് ചേഞ്ച് ചെയ്തിട്ട് ആദ്യത്തെ ബാച്ചാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് വരാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ മിസ്സിൻ്റെ ഈ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ സെറ്റായിട്ട് ഇരുന്ന് കാണണം കേട്ടോ. സെറ്റ്. എടാ, ആദ്യം നമുക്ക് വരുന്നത് എന്താണ്? വിശകലന കുറിപ്പാണ്. ഒരു വിശകലന കുറിപ്പ് എങ്ങനെ തയ്യാറാക്കും നമുക്ക് നോക്കിയാലോ? വന്നോളൂ. ഈ ലോകം വീക്ഷിക്കും നിൻ കരളിൽ നൂലറ്റു പോകാതിരിക്കെയെന്നും മാനവനെന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാരിൽ നിന്നും പാനവ ചിന്താ സബസിൽ മീതെ പാറട്ടെ എന്നുമൻ കൊച്ചുപട്ടം. ഈ വരികൾ ശ്രദ്ധിച്ചു വായിച്ചല്ലോ. യെസ്, ലോകത്തെ വീക്ഷിക്കുന്ന പട്ടം, പട്ടത്തിന്റെ കരൾ, കരളിന്റെ നൂൽ, മാനവൻ വഴക്കടിച്ച് കോലം കെടുത്തിയ പാര്, പാവന ചിന്താ നബസ്, അതായത് നല്ല ചിന്തകളുടെ ആകാശം. പട്ടത്തെക്കുറിച്ച് മാത്രമാണോ ഈ വരികളിൽ പറയുന്നത്? ആണോ? ഈ കൊച്ചുപട്ടം മറ്റെന്തെങ്കിലുമാണോ? ഭൂമിയിലെ എല്ലാവരെയും ഒന്നായി കാണാൻ പട്ടത്തിന് കഴിയും. നമുക്കതിനെ കഴിയുന്നുണ്ടോ? നമ്മുടെ മനസ്സും പട്ടം പോലെയായി മാറിയാലോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവതരിപ്പിച്ച് തുടർന്ന് വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വിശകലന കുറിപ്പ് തയ്യാറാക്കി നോക്കാം മക്കളെ. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. പട്ടം പറപ്പിക്കട്ടെ എന്ന കവിതയിലെ ഈ വരികൾ പട്ടത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, മറിച്ച് ഒരുമയെയും സമത്വത്തെയും കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലോകം ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. എന്നാൽ ഇതിനിടയിലും അവയെ ചേർത്ത് പിടിക്കുന്ന ഒരു നൂലുണ്ട്. ഒരു നൂലിന്റെ ചലനമനുസരിച്ചാണ് വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഏക ലോകമാകുന്ന പട്ടം ചലിക്കുന്നത്. നിങ്ങൾ പട്ടം പറപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും പ്രായഭേദമന്യേ പട്ടങ്ങൾ പറപ്പിക്കുന്ന കാണാം. പ്രത്യേകിച്ച് നമ്മളെ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ, മിസ് ഇവിടെ കോഴിക്കോട് ആയതുകൊണ്ടാണ്, കോഴിക്കോട് ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഉയർന്നു പറക്കുമ്പോഴും വലിച്ചടുപ്പിക്കുന്ന എന്തോ ഒന്ന് ഈ പട്ടത്തിലുണ്ട്. ഇങ്ങനെ ഉയർന്നു പറക്കുന്ന പട്ടത്തെ, ഏകലോകം എന്ന പട്ടത്തെ ഭൂമിയിലെ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് ലോകം ഒന്നാണെന്ന ബോധമാണ്. ഈ ബോധമാണ് പട്ടത്തെ അകലെ നിൽക്കുമ്പോഴും അടുപ്പിക്കുന്നത്. മനുഷ്യർ പരസ്പരം വഴക്കടിച്ച് കോലക്കെടുത്തിയ ഭൂമിയിൽ നിന്ന് നല്ല ചിന്തകളുടെ ആകാശത്താണ് പട്ടം പറക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പട്ടം നല്ല മനസ്സിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പുതുതലമുറയ്ക്ക് വേണ്ടിയുള്ള നല്ല ചിന്തകൾ അതിലുണ്ട്. അപ്പം അത്രയുള്ള മക്കളെ, വിശകലന കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ ആ രീതിയിൽ നിങ്ങൾ സെറ്റാക്കി എഴുതിക്കോളാം. അത് എഴുതേണ്ട മെത്തേഡും കാര്യങ്ങളൊക്കെ മിസ് നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസിലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക, സെറ്റാക്കി പഠിക്കുക, എഴുതുക. ഓക്കെ ആണല്ലോ? അടുത്ത നമുക്ക് താരതമ്യക്കുറിപ്പാണ് മക്കളെ. ഒരു ലേഖനം തന്നിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. സാധാരണ മട്ടിലുള്ള ഒരു അണുകുടുംബം. പ്രഭാതം. സ്കൂൾ വിദ്യാർത്ഥിയായ മകൻ മേശപ്പുറത്ത് പുസ്തകങ്ങൾ നിരത്തി വെച്ച് പഠിക്കുകയാണ്. ഇടയൊരു സമയത്ത് അവൻ അമ്മയെ വിളിച്ചു. ആദ്യം പതുക്കെ, പിന്നെ തെല്ലുറക്കെ. അങ്ങനെ 3-4 വട്ടം അവർ വിളി കേട്ടില്ല. അമ്മ തൊട്ടപ്പുറത്ത് അടുക്കളയിലുണ്ട്. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ തുടങ്ങിയ പണിയാണ്. തിരക്ക്. വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ അവർക്ക് 5 തരം വിഭവം വേണം. ഒരു കൈ സിങ്കിലെ പാത്രങ്ങളിൽ, ഒരു കൈ കുക്കിംഗ് സ്റ്റൗവിൽ, ഒരു കൈ ചിരവയിൽ, ഒരു കൈ മിക്സിയിൽ. അങ്ങനെ ചടുല നർത്തനമാണ്. ഇതൊക്കെ കഴിഞ്ഞ് വേണം കുളിച്ചൊരുങ്ങി ഇറങ്ങി ഓടാൻ. ബസ് പിടിച്ച ആപ്പീസിലെത്തേണ്ടേ? ആരും നിർബന്ധിച്ചിട്ടല്ല. സമയത്ത് ജോലിക്ക് എത്തണമെന്ന ഒരു താല്പര്യം, ഉള്ളിലെ രോഷവും സങ്കടവും മകന്റെ വിളിയെ അവഗണിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. സംഗീതാർദ്രമായ 2 അക്ഷരം അശോകൻ ചരുവിൽ. പൊൻകുന്നം വർക്കിയുടെയും അശോകൻ ചെരുവിലിന്റെയും രചനകളിലെ അമ്മമാരുടെ ജീവിതാവസ്ഥ കാണിച്ചു തരുന്ന ചില സൂചനകൾ നോക്കൂ. നമുക്ക് നോക്കിയാലോ? പൊൻകുന്നം വർക്കിയുടെ അമ്മ. പാവപ്പെട്ട കുടുംബം, മക്കളുടെ പഠനത്തിൽ ശ്രദ്ധിക്കാനാവുന്നില്ല, വിദ്യാഭ്യാസമില്ല, കൂലിപ്പണിയെടുക്കുന്നു. ഇനി അശോകൻ ചെരുവിലിന്റെ രചനയിലെ അമ്മയാണെങ്കിലോ, ഇടത്തരം കുടുംബം, താല്പര്യമുണ്ടെങ്കിലും പറ്റുന്നില്ല, ഓഫീസ് ജോലിയുണ്ട്. സൂചനകളുടെ
നിങ്ങൾ കൂട്ടിച്ചേർത്തവയുടെയും സഹായത്തോടെ രണ്ടമ്മമാരുടെയും ജീവിതം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മക്കളെ, താരതമ്യ കുറിപ്പാണ് നമുക്ക് അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യം അല്ലേ. താരതമ്യം രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതിന് രണ്ടെണ്ണത്തിനെ താരതമ്യം ചെയ്യാണ്. അതിലുള്ള വ്യത്യാസങ്ങളും ഇതുള്ള ചേർച്ചയും, അങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ ചേർച്ചയും വിയോജിപ്പും ഒക്കെ കൂടെ നമ്മൾ നോക്കിയിട്ട് എഴുതേണ്ട കുറിപ്പാണ് കേട്ടോ താരതമ്യ കുറിപ്പ്. ദാരിദ്ര്യം മൂലം സ്വന്തം മകന്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കേണ്ടി വന്ന അമ്മയുടെ പ്രതിസന്ധികളാണ് പൊൻകുന്നം വർക്കിയുടെ എന്റെ അമ്മയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്കൂളിൽ പോകാനും പഠിക്കാനും എല്ലാം ആഗ്രഹങ്ങളുള്ള കഥാകാരന്റെ സ്വപ്നങ്ങളും അതേസമയം നിവൃത്തികേടുകൊണ്ട് മകന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത സാധുവായ അമ്മയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഏതൊരു പാഠം പഠിക്കുമ്പോഴും മക്കളെ നിങ്ങൾ കഥാപാത്രങ്ങളെ സെറ്റാക്കി പഠിച്ചു പോയിക്കോളൂ കേട്ടോ. അച്ഛനില്ലാത്ത ആ വീട്ടിൽ ഇരുവയർ നിറയ്ക്കാൻ കഷ്ടപ്പെടുന്ന അമ്മയുടെ പ്രയാസങ്ങളിൽ മകനോട് എല്ലാറ്റിനും അരുതെന്ന് ആ അമ്മയ്ക്ക് പറയേണ്ടി വരുന്നു. മകനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത അമ്മയെയാണ് ഇതിൽ കാണാനാവുന്നത്. അശോകൻ ചരുവിലിന്റെ സംഗീതാർദ്രമായ രണ്ടക്ഷരം എന്ന ലേഖനത്തിലും നമുക്കൊരു അമ്മയെയും മകനെയും കാണാം. അന്ന് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു ജീവിക്കുന്ന ഒരു ഇടത്തര കുടുംബത്തെയാണ് ഇതിൽ എഴുത്തുകാരൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഓഫീസിലേക്ക് നേരത്തെ എത്താനായി വീട്ടുജോലികൾ ധൃതിയിൽ തീർക്കുന്ന ഒരമ്മ. 4 ആൾക്ക് 5 തരം വിഭവങ്ങൾ വെക്കണം, പാത്രങ്ങൾ എല്ലാം കഴുകി അടുക്കി വെക്കണം, മിക്സിയിൽ, കുക്കറിൽ, അടുപ്പിൽ തുടങ്ങി അടുക്കളയിലെ 4 കോണിലും അവളുടെ കൈകൾ എത്തണം. ഈ ജോലി തിരക്കുകൾക്കിടയിൽ മക്കളുടെ കാര്യങ്ങളും നോക്കണം. മകന്റെ അമ്മേ എന്നുള്ള തുടർച്ചയായ വിളികളെ അവഗണിക്കേണ്ടി വരുന്ന അമ്മയെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പൊൻകുന്നം വർക്കിയുടെ എന്റെ അമ്മ എന്ന കഥയിൽ കഷ്ടപ്പാടുകൾക്ക് നടുവിൽ മകന്റെ ആഗ്രഹം നിറവേറ്റാൻ സാധിക്കാതെ വരുന്ന അമ്മയെയും അശോകൻ ചെരുവിലിന്റെ സംഗീതാർദ്രമായ രണ്ടക്ഷരം എന്ന ലേഖനത്തിൽ ജോലി തിരക്കുകൾക്കിടയിൽ മകന്റെ വിളിയെ അവഗണിക്കേണ്ടി വരുന്ന അമ്മയെയുമാണ് നമുക്ക് കാണാനാവുന്നത്. അപ്പൊ മക്കളെ, ആ ഒരു 2 കവിതയിലെയും ആ 2 ഭാഗങ്ങളിലെയും വ്യത്യാസങ്ങളും യോജിപ്പും വിയോജിപ്പും എല്ലാം കൂടെ ചേർത്ത് എഴുതുന്നതിനാണ് താരതമ്യക്കുറിപ്പ് എന്ന് പറയുന്നത്. മക്കളെ, താരതമ്യക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ അവ തമ്മിലുള്ള യോജിപ്പ് എന്താണ്, 2 തമ്മിലുള്ള യോജിപ്പുണ്ടല്ലോ, അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് കേട്ടോ. അടുത്തത് സംഭാഷണം, കോൺവെർസേഷൻ. അപ്പം സംഭാഷണം എഴുതുമ്പോൾ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഡാലിയമ്മൂമ്മയെയും കിള്ളിയാറിനെയും ഇഷ്ടമായില്ലേ? അയലോ, അവർ ഒടുവിൽ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞ കാര്യം കേട്ടല്ലോ. ഇനിയും അവർ തമ്മിൽ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടാവും, ആ സംഭാഷണം എഴുതി നോക്കൂ. നമുക്കറിയാലോ നമ്മുടെ ഡാലിയമ്മൂമ്മയെയും അതേപോലെ തന്നെ കിള്ളിയാറിനെയും ഒക്കെ. അപ്പൊ നമുക്ക് സംഭാഷണം എഴുതി നോക്കിയാലോ. പുഴ: ഞാൻ നിന്നെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു, പക്ഷെ എവിടെയും കണ്ടില്ല. അമ്മൂമ്മ: എന്തു പറയാനാണ്, അവരെല്ലാം കൂടി എന്നെ ഇവിടെയാണ് താമസിപ്പിച്ചത്. നീ സുഖമായിരിക്കുന്നോ? നിനക്ക് സുഹൃത്തുക്കളെ കിട്ടിയോ? സുഹൃത്തുക്കളെ കിട്ടി. അപ്പൊ അമ്മൂമ്മ പറയാണ്, സുഹൃത്തുക്കളെ കിട്ടി, പക്ഷെ ആരും നിനക്ക് പകരമാവില്ലല്ലോ. നമ്മുടെ പെരുമ്പാമ്പിൻ കുഞ്ഞിന്റെ വിശേഷം എന്താണ്? പുഴ: അവൻ സുഖമായിരിക്കുന്നു. നിന്നെ കാണാത്തതിൽ അവനും ഞാനും ഒത്തിരി വിഷമിച്ചു. അമ്മൂമ്മ: എനിക്ക് നിങ്ങളെ വിട്ടു പോകുന്നതിൽ ഒരുപാട് വിഷമമുണ്ട്. നിന്റെ നിലവിളി കേട്ട് എന്റെ ചങ്ക് പൊട്ടിപ്പോയി. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല എന്ന് വിചാരിച്ചു പോയി. അപ്പൊ പുഴ പറയുന്നത് എങ്ങനെയാണ്? ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ചത്, പക്ഷെ ഇപ്പൊ നോക്ക്, നമ്മൾ 2 പേരും ഒരുമിച്ചില്ലേ. അപ്പൊ അമ്മൂമ്മ പറയുന്നത് എന്താണ്? അതെ, ഇനി നമ്മൾ ഒരിക്കലും പിരിയാൻ പാടില്ല. പുഴ: വാ, നമുക്ക് കടലിലേക്ക് നീന്താം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പൊ സംഭാഷണം എന്ന് പറഞ്ഞാല് ഒന്നിൽ കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് അല്ലടാ സംഭാഷണം. ഇപ്പം മിസ് നിങ്ങളോട് സംസാരിക്കുകയാണ്, അതേപോലെ മിസ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടുന്ന് ആൻസർ തരുന്നുണ്ട് മിസ്സിന്, പക്ഷെ മിസ് കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ അല്ലെ. മിസ് പറയുന്നത് പക്ഷെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. സെറ്റാണല്ലോ. അതാണ് നമ്മൾ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ, സംഭാഷണമാണ് അവിടെ നടക്കുന്നത് അല്ലേ. അടുത്തത് മുദ്രാഗീതങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. ഭൂമി എല്ലാവരുടേതുമാണ് എന്ന സന്ദേശം ഉയർത്തി നടത്തുന്ന പരിസ്ഥിതി ബോധവൽക്കരണ ജാഥയിൽ ഉപയോഗിക്കുന്നതിനുള്ള മുദ്രാഗീതങ്ങൾ തയ്യാറാക്കുക. ഭൂമിയെ രക്ഷിക്കൂ, ഭാവിയെ സംരക്ഷിക്കൂ. ഭൂമി മനുഷ്യന്റെയല്ല, മനുഷ്യൻ ഭൂമിയുടേതാണ്. മരം നടു, ഭൂമിക്ക് കുടയൊരുക്കൂ. ഒരുമയോടെ കാക്കാം നമ്മുടെ പ്രകൃതിയെ. ഭൂമി എന്റെയോ നിന്റെയോ അല്ല, നമ്മുടേത്. സംരക്ഷിച്ചിടാം ഒരുമിച്ച്.
സെറ്റ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തത് കുറിപ്പാണ് മക്കളെ. കുറിപ്പ്. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ. ഒരു ചിത്രം കണ്ടല്ലോ. എന്തൊക്കെയാണ് ആ ചിത്രത്തിൽ ആദ്യം നിരീക്ഷിക്കുക. നിങ്ങളോട് ഇങ്ങനെ ചിത്രം തന്നിട്ടാണെങ്കിൽ ആദ്യം ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നിരീക്ഷിച്ചിട്ട് വേണം നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കാൻ. ഇവിടെ മക്കളെ നോക്ക്, ഇതാ JCB ഇതാ നമ്മുടെ ഈ മലകളെ കുന്നുകളൊക്കെ ഇടിച്ചു നിരത്തുന്നുണ്ട് അല്ലെ. പിന്നെന്താണ്, ഒരു ഫാക്ടറി, ഇതാ ഫാക്ടറി ഉണ്ട്, വയലിന്റെ അടുത്താണ് ഫാക്ടറി ഉള്ളത്. പിന്നെ മരങ്ങൾ വെട്ടി ആളുകൾ ഇതാ വണ്ടിയിൽ മരങ്ങൾ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു ചിത്രമാണ് ജലാശയം. അങ്ങനത്തെ ഒരു ചിത്രമാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ജലാശയം മണ്ണിട്ട് നികത്തുകയാണ് അല്ലേ. അപ്പം ഇതിൽ എന്തെല്ലാം ഉണ്ട് എന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇത്തരം കാഴ്ചകൾ ഭൂമിക്കും ജീവജാലങ്ങൾക്കും ഗുണകരമാണോ എന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലുമല്ല. പിന്നെയോ, ആരെല്ലാമാണ് ഭൂമിയുടെ അവകാശികൾ? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങളോട് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് വലിച്ചു വാരി എഴുതേണ്ട ഒരു ആവശ്യമില്ല. എന്താണോ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾ ഒരു അധികം വലിച്ചു നീട്ടാതെ നിങ്ങൾ പോയിന്റ് ആക്കിയിട്ട് ആ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതിപ്പോ 2 വരിയാണെങ്കിലും 3 വരിയാണെങ്കിലും അതിലുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് മാർക്ക് വീഴും. അല്ലാതെ നിങ്ങൾ ഇതിലില്ലാത്ത കാര്യങ്ങൾ ഒരു പേപ്പർ മുഴുവൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെന്നുണ്ടോ? ഇല്ല, മാർക്ക് കിട്ടൂല. 0 ആയിരിക്കും കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചെഴുതാം. ഈ ചിത്രത്തിൽ കാണുന്നത് പ്രകൃതിയോട് മനുഷ്യർ ചെയ്യുന്ന ക്രൂരതകളാണ്. ഭൂമി എല്ലാവരുടെയും അവകാശമാണ്. അതിനെ സംരക്ഷിക്കുക. മരങ്ങൾ മുറിക്കുന്നതും പുഴയിൽ നിന്ന് മണൽ വാരുന്നതും മലകളും കുന്നുകളും നികത്തുന്നതും പാടങ്ങൾ മണ്ണിട്ട് മൂടുന്നതുമെല്ലാം ഈ ഒരു ചെറിയ ചിത്രത്തിലുണ്ട്. ഇത്തരം പ്രവൃത്തികളെല്ലാം ഭൂമിക്കും മനുഷ്യനുൾപ്പെടുന്ന ജീവജാലങ്ങൾക്കും ദോഷകരമാണ്. മനുഷ്യരെ പോലെ തന്നെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഇഴജന്തുക്കൾക്കും ചെറു പ്രാണികൾക്കും സസ്യങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ നശിപ്പിക്കാൻ മനുഷ്യന് അധികാരമില്ല. ശരിയല്ലേ? ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഭൂമി നിങ്ങളുടെയോ അല്ലെ എന്റെയോ ആണോ? അല്ല, നമ്മുടേതാണ് മക്കളെ, നമ്മുടേതാണ്. അപ്പൊ ഒത്തുപിടിച്ചാൽ മലയും പോരും. നമ്മൾ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ഭൂമിയെ സംരക്ഷിക്കാൻ കഴിയും. അപ്പൊ നമുക്ക് ഇനി അടുത്തതിലേക്ക് പോവാം. പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിഷയം എടുക്കുക, നമ്മൾ അത് സംസാരിക്കുകയാണ് അല്ലെ, പ്രസംഗിക്കുക. നിങ്ങൾ ഒരുപാട് പ്രസംഗങ്ങൾ കണ്ടിട്ടുണ്ടാവും. പല വ്യത്യസ്തമായ വിഷയങ്ങളിൽ പ്രസംഗം നടക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ചിലത് നമ്മളെ വല്ലാതെ ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗമായിരിക്കും. ചിലത് നമ്മളവിടെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളായിരിക്കും അല്ലെ. അപ്പം നമ്മൾ മറ്റുള്ളവരെ അവിടെ ആ ഒരു പ്രസംഗം കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ പിടിച്ചിരുത്തണം. അതാണ് നമ്മളെ കഴിവ്. ഓക്കെ, ചില പഴഞ്ചൊല്ലുകൾ വായിക്കാം. മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണം. പിന്നെയോ, മണ്ണ് പൊന്നാക്കണം, ചേറ് ചോറാക്കണം, ചോറ് ചേറാക്കരുത്. മണ്ണിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ പഴഞ്ചൊല്ലുകൾ നമ്മോട് പറയുന്നത് എന്തെല്ലാം? പാഠഭാഗത്തു നിന്നും മണ്ണിനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു പ്രസംഗം തയ്യാറാക്കൂ. ലോക മണ്ണ് ദിനം എന്നാണ് മക്കളെ, ഡിസംബർ 5. ആ ഒരു മണ്ണ് ദിനത്തോടനുബന്ധിച്ച് നിങ്ങൾ അവതരിപ്പിക്കുമല്ലോ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് അവതരിപ്പിച്ച് നോക്കിയാലോ, ഒന്ന് പ്രസംഗം തയ്യാറാക്കി നോക്കിയാലോ? വന്നോളൂ. നമ്മളെ ഒരു പ്രസംഗം തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ ശ്രദ്ധിക്കേണ്ടത്? ആദ്യം നമ്മളൊരു പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിലായിട്ടും കേൾക്കാനായിട്ടും അതേപോലെ തന്നെ നമ്മളെ കൂടെ സദസ്സിലായിട്ടും ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെ നമ്മൾ ഒന്ന് റെസ്പെക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ വേണം നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. അവരെ ആദ്യം ഒന്ന് നമസ്കാരം പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇന്ന് ഡിസംബർ 5 ലോക മണ്ണ് ദിനം. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് മണ്ണ്. നട്ടും നനച്ചും ആരോഗ്യമുള്ള വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ പൈതൃകങ്ങളിൽ പെട്ടതാണ് മണ്ണും. എന്നാൽ ഇന്നോ കുട്ടികൾ മണ്ണ് തൊടുന്നത് പോലും നമുക്ക് അറപ്പാണ്, വെറുപ്പാണ്. നമ്മൾ നേരെ ഒരു മൊബൈൽ ഫോൺ നീട്ടി വീട്ടിലിരുന്ന് കളിച്ചോ എന്ന് പറയും അല്ലെ. എത്ര ശരിയായിട്ടുള്ള കാര്യമാണല്ലടാ പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം കുട്ടികൾക്ക് ദോഷകരമാണെന്ന് നമ്മൾ ചിന്തിക്കില്ല. മറിച്ച് മണ്ണിൽ ഇറങ്ങിയാൽ അവന്റെ ഡ്രസ്സിൽ മണ്ണാവുമെന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. മണ്ണിലിറങ്ങിയാൽ അഴുക്കാകും, പക്ഷേ അതൊന്ന് കഴുകിക്കളഞ്ഞാൽ മാറ്റാവുന്നതേ ഉള്ളൂ അല്ലെ. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ കുട്ടികൾക്ക് അസുഖങ്ങൾ മാറി മാറി വരുന്നത് കാണാം. ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നതിന് പകരം അവരെ മണ്ണിലേക്ക് ഇറക്കി വിടും. മണ്ണിൽ തന്നെയുണ്ട് അവരുടെ അസുഖങ്ങൾ മാറാനുള്ള മരുന്നുകൾ. പക്ഷേ ഇന്ന് മണ്ണുകൾ കാണുന്നതും കുറവ് തന്നെയാണ്. എല്ലാ വീടിന്റെ മുറ്റത്തും കോൺക്രീറ്റ് കൊണ്ട് മറച്ചിരിക്കുന്നു. ഭൂമിയിലേക്ക് വെള്ളം താഴാൻ അനുവദിക്കാതെ സിമന്റ് ഇട്ട് മൂടിയിരിക്കുന്നു. ലോക മണ്ണ് ദിനമായത് കൊണ്ട് തന്നെ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം.
മണ്ണിന്റെ പരിപാലനവും സംരക്ഷണവും നമ്മൾ ഉറപ്പാക്കും. അതിനുവേണ്ടി മരങ്ങൾ നട്ടുപിടിപ്പിക്കും. പരമാവധി വെള്ളം ഭൂമിയിൽ താഴാൻ അനുവദിക്കും. തികച്ചും ജൈവ കൃഷികൾ മാത്രം ചെയ്യും. രാസവളങ്ങൾ മണ്ണിൽ ഉപയോഗിക്കുന്നത് നിർത്തലാക്കും. ഒരിക്കൽ കൂടി മണ്ണിനെ സംരക്ഷിക്കുന്നത് നമ്മുടെ കടമയാണ്, നമ്മുടെ ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ, നിങ്ങൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് നമ്മൾ എന്താ പറയേണ്ടത്? നന്ദി, നമസ്കാരം. അത് മക്കളെ, അതും നിങ്ങൾ ഒരു പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പൊ നമ്മളെ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ നിങ്ങൾ എക്സാമിന് സെറ്റ് ആയിട്ടിരുന്നോളൂ. ഈ വക കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ എക്സാമിന് നല്ല മാർക്ക് ഉണ്ടായിരിക്കും. അപ്പം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് ഇരിക്കുകയെന്ന് മിസ്സിന് അറിയാം. എന്നാലും ഒരു കാര്യം പറയാനുണ്ട്, ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ എങ്ങനെയായാലും നമ്മൾ എക്സാം എഴുതണല്ലോടാ. നമ്മൾ ടെൻഷൻ അടിച്ചാലും എഴുതണം, ടെൻഷൻ അടിച്ചിട്ടില്ലെങ്കിലും എഴുതണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ടെൻഷൻ അടിക്കാതെ അടിപൊളിയായിട്ട് പോയി എഴുതുക, വരിക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാം കേട്ടോ. ബൈ.